അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുറേ ദിവസമായിട്ട് ഇർഷാദിൻ്റെ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, കാടും പ്രദേശത്ത് തന്നെയാണ്. ഗോവ കഴിഞ്ഞിട്ടും മഹാരാഷ്ട്രയിലും കാട് തന്നെയായിരുന്നു. ഈ സെക്ഷനിലൂടെ ഈ ഭാഗത്തൂടെ പോയതുകൊണ്ട് അപ്പുറത്തെ സൈഡാണെന്നുണ്ടെങ്കിൽ പൂനെ ഹൈവേയിലൂടെ പോയി കഴിഞ്ഞാൽ ഇത്ര പ്രയാസമില്ലായിരുന്നു. പക്ഷേങ്കിൽ എളുപ്പമാർഗ്ഗം നോക്കിയതുകൊണ്ട് ഈ സൈഡിലൂടെ പോയതുകൊണ്ട് തന്നെ വില്ലേജ് ഏരിയ ആയിരുന്നു. അധികം വീടുകളില്ല. പെട്രോൾ പമ്പുകൾ വളരെ ദുർലഭമായിരുന്നു. അദ്ദേഹം കുറേ ദിവസമായിട്ട് ഇപ്പോൾ ടെൻറ്റുകളിലാണ് താമസിക്കുന്നത്. അതായത് പെട്രോൾ പമ്പിൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന ആ ഒരു ഇടവേളകളിലൊക്കെ പള്ളിയുണ്ട്. പക്ഷേങ്കിൽ ചെറിയ ചെറിയ കിലോമീറ്റർ ഇടവിട്ടിട്ടാണ് പള്ളികൾ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 30-40 കിലോമീറ്ററെങ്കിലും യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ആ സമയത്തൊക്കെ പെട്രോൾ പമ്പാണ് ലഭിക്കുന്നത്. അപ്പോൾ ടെൻ്റ് അടിച്ചിട്ടാണ് ഇപ്പോഴത്തെ കുറച്ച് ദിവസമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവൻ്റെ ഒരു റിപ്പോർട്ട്, അവൻ്റെ ഒരു വോയിസ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങളെല്ലാം കുറേയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കുറേയൊക്കെ ടൗണുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ഹോട്ടലുകളൊക്കെ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ഇനി മുംബൈയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സംസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ മുംബൈയിലേക്ക് 3-4 ദിവസത്തെ ഇടവേള യാത്രയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇർഷാദിൻ്റെ ഈ എളിയ ഒരു ചെറിയൊരു ആഗ്രഹം അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെയും ഇർഷാദിനെയും എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആമീൻ കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.